വാർത്തകൾ വിശദമായി. ജോസഫ് ഗ്രൂപ്പിന് മുന്നറിയിപ്പ് നൽകി കെ.എം. മാണി. പാർട്ടിയെ പിളർത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് മാണി. കേരള കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും കെ.എം. മാണി പറഞ്ഞു. അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച് മുന്നോട്ടു പോകും. ഇടതുപക്ഷത്തേക്ക് നീങ്ങുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും അക്കാര്യം ആലോചിച്ചിട്ടില്ലെന്നും കെ.എം. മാണി പാലായിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. നാളെ പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് അത് സ്വാഭാവികമാണ്. സാധാരണയുള്ള പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് നിയമസഭയ്ക്ക് മുമ്പ് എപ്പോഴും കൂടും, ഇടയ്ക്കിടയ്ക്ക് കൂടുന്നതല്ലേ. വൈകുന്നേരം അത്ര കൃത്യമായിട്ടൊന്നും പാർട്ടിക്കുള്ളിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. കേരള കോൺഗ്രസ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണ്. അതിനകത്ത് ഓരോ ഇഷ്യൂവിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ മെമ്പർമാർക്കിടയിൽ വരുന്നത് എല്ലാം ഞങ്ങൾ ക്രോഡീകരിക്കും. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടി അങ്ങനെയല്ലേ, എല്ലാ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ചാണ് ഫൈനലായിട്ട് ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് ഓരോ നിലപാടുകളുള്ളത്. എവിടെയെങ്കിലും ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായി അതിനെ അത് വെച്ച് നമുക്ക് ജനറലൈസ് ചെയ്യാനായിട്ട് ഒക്കെയില്ല. പാർട്ടിയെ ഭിന്നിപ്പിക്കാൻ ഒരു ശ്രമം കോൺഗ്രസിന്റെ അത് നടക്കുകയല്ല. പാർട്ടിയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ആരെ കൊണ്ടും പറ്റും. പ്രാദേശിക സഖ്യം മാത്രമാണ് എന്നാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും പറയുന്നത്. അതെ, അവർ പറയുന്നത് ഞാൻ ഇടതുപക്ഷത്തേക്കുള്ള നീക്കമാണെന്നോ അതിന്റെ ചുവടുവയ്പ്പാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണ് നിലപാട് ഞങ്ങൾക്കുണ്ടെന്നുള്ള സൂചന പോലും ഞാൻ നൽകിയിട്ടില്ലല്ലോ. ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലും ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇതൊക്കെ? ഭൂമി കയ്യേറ്റക്കാരോട് ദാക്ഷിണ്യം കാണിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രായോഗിക പ്രശ്നങ്ങൾ പരിഗണിച്ച് ചില നിയമങ്ങളിൽ ഭേദഗതി വരുത്തുമെന്നും മുഖ്യമന്ത്രി. ഇടുക്കി ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകരുമായുള്ള യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മാധ്യമപ്രവർത്തകരുമായും പരിസ്ഥിതി പ്രവർത്തകരുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തി. വൈകിട്ട് 3-ന് മത അധ്യക്ഷന്മാരുമായും പ്രത്യേക ചർച്ച നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരിമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്വാമി, രാവിലെ മുഖ്യമന്ത്രി മാധ്യമ പ്രതിനിധികളുമായും അതോടൊപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകരുമായാണ് ചർച്ച നടത്തിയത്. മൂന്നാർ ഭൂമി വിഷയം തന്നെയായിരുന്നു ചർച്ചയിലെ പ്രധാനമായി വന്നത്. മൂന്നാറിൽ ശക്തമായിട്ടുള്ള നടപടികളുമായി തന്നെ സർക്കാർ മുന്നോട്ട് പോകുമെന്നാണ് ഇരു യോഗങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് കയ്യേറ്റക്കാരുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ദാക്ഷിണ്യവും സർക്കാർ കാണിക്കുകയില്ല. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിന് ചില കാര്യങ്ങളിൽ ചില പ്രായോഗിക പ്രശ്നങ്ങൾ പരിശോധിച്ച് ചില നിയമ ഭേദഗതി വരുത്തേണ്ട കാര്യങ്ങളുണ്ട്. അത് അത്തരത്തിൽ സർക്കാർ ആലോചിക്കും. അതോടൊപ്പം തന്നെ ഭൂമി വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തെക്കുറിച്ചും സർക്കാർ ആലോചിക്കുകയാണ്. സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകമായി തന്നെ ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കും എന്നാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പരിസ്ഥിതി പ്രവർത്തകർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. പരിസ്ഥിതി പ്രവർത്തകർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അതിലൊന്ന് പ്രധാനമായും കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നുള്ളത് തന്നെയാണ്. വില്ലേജ് ഓഫീസ്, താലൂക്ക് തലത്തിലുള്ള ഉദ്യോഗസ്ഥർ, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുള്ള നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് ഒഴിപ്പിക്കുന്നതുമായി അല്ലെങ്കിൽ ഇടിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിസ്ഥിതിക്ക് കോട്ടം പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് സർക്കാരിന് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു നിർദ്ദേശമായിട്ട് വന്നുള്ളത്. മറ്റൊരു നിർദ്ദേശമായി പറഞ്ഞത് ഏത് മതത്തിന്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒന്നും നോക്കാതെ തന്നെ കയ്യേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇക്കാര്യങ്ങളെല്ലാം അനുഭാവപൂർവ്വം തന്നെയാണ് മുഖ്യമന്ത്രി പരിഗണിച്ചിട്ടുള്ളതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. മാധ്യമപ്രവർത്തകരുമായി സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ച് ആശയവിനിമയം നടത്തി. ഇനി ഉച്ചയ്ക്ക് ശേഷം മത മേലധ്യക്ഷന്മാരുമായിട്ടുള്ള ചർച്ചയാണ്. അതിനുശേഷം സർവകക്ഷി യോഗം ചേർന്ന് തീരുമാനങ്ങൾ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ തന്നെ വിശദീകരിക്കുകയും ചെയ്യും. സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. കയ്യേറ്റക്കാരോട് നിർദാക്ഷിണ്യം പെരുമാറണമെന്ന് സുഗതകുമാരി പറഞ്ഞു. റവന്യൂ നിയമം പര്യാപ്തമല്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. ബാക്കി നിൽക്കണം എന്ന് വെച്ചാൽ പശ്ചിമഘട്ടം അവശേഷിക്കണം. കയ്യേറ്റക്കാരനും വൻപടക്കാരനും മതശക്തികൾക്കും രാഷ്ട്രീയ ശക്തികൾക്കും ഒന്നും കയ്യേറാനുള്ളതല്ല പശ്ചിമഘട്ടം. നമ്മുടെ ജലപ്രഭവ കേന്ദ്രവും നമ്മുടെ കാലാവസ്ഥയെ മുഴുവൻ നിയന്ത്രിക്കുന്നതും നമ്മുടെ കാവൽ, നമ്മുടെ രക്ഷാദേവതയുമാണ് പശ്ചിമഘട്ടം. തർക്കഭൂമികൾ വനം വകുപ്പിൻ്റെ നിയമങ്ങളുടെ കീഴിൽ കൊണ്ടുവരണം. റവന്യൂവിൻ്റെ നിയമങ്ങൾ ദുർബലമാണ്, വളരെ പഴയതാണ്. ശക്തമായ വന നിയമങ്ങൾ രാജ്യത്തുണ്ട്. വന നിയമങ്ങൾക്ക് കീഴിൽ ഈ വിധത്തിലുള്ള പശ്ചിമഘട്ടത്തിലെ തർക്കഭൂമികൾ കൊണ്ടുവരികയാണെങ്കിൽ അവയെ യാതൊരു വിധത്തിലും പിന്നീട് ആർക്കും കയ്യേറാനോ നശിപ്പിക്കാനോ അവിടെ റിസോർട്ട് ഉണ്ടാക്കാനോ പ്ലാന്റേഷൻ ഉണ്ടാക്കാനോ സാധിക്കില്ല. കാസർഗോഡ് DCCയിൽ കലാപം. 13 DCC ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ 30 സംഘടനാ ഭാരവാഹികൾ രാജിവെച്ചു. എ ഗ്രൂപ്പ് അംഗങ്ങളാണ് കൂട്ടരാജിവെച്ചത്. കഴിഞ്ഞ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ റിബലായി പ്രവർത്തിച്ച കോൺഗ്രസ് മുൻ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് DNK മുഹമ്മദിനെ പാർട്ടി തിരിച്ചെടുത്ത
KPCC തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് കാസർഗോഡ് DCCയിൽ A വിഭാഗം കലാപക്കൊടി ഉയർത്തിയത്. A വിഭാഗത്തിലെ 13 DCC ജനറൽ സെക്രട്ടറിമാരും ജില്ലാ പഞ്ചായത്ത് അംഗം അർഷാദ് ഒർക്കാടിയുമാണ് DCC പ്രസിഡന്റിന് രാജി സമർപ്പിച്ചത്. I വിഭാഗക്കാരനാണ് DNK മുഹമ്മദ്. 6 വർഷത്തേക്ക് പുറത്താക്കിയ DNK മുഹമ്മദിനെ സംഘടനാ നടപടിക്രമങ്ങൾ പാലിക്കാതെ തിരിച്ചെടുത്തതിലുള്ള പ്രതിഷേധമാണ് കൂട്ടരാജിയിലേക്ക് നയിച്ചത്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് A ഗോവിന്ദൻ നായർ ശ്രീ DMK മുഹമ്മദിനെ കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഹർഷാദ് വർക്കാടിക്കെതിരെ മത്സരിച്ചതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ തിരിച്ചെടുത്ത ഒരു കാര്യം ഞങ്ങൾ ഇന്ന് വാട്സപ്പ് മെസ്സേജിൽ കൂടിയാണ് അറിഞ്ഞിരിക്കുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെ വാട്സപ്പ് മെസ്സേജിൽ കൂടിയാണ് ഈ വാർത്ത ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഞെട്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ 13ഓളം ഭാരവാഹികൾ ഞങ്ങളുടെ പാർട്ടി ഭാരവാഹിത്വം രാജിവെച്ച് KPCC രാജിക്കത്ത് കൈമാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. KPCC തെറ്റിദ്ധരുത്തുന്നതുവരെ രാജിയിൽ ഉറച്ചു നിൽക്കുമെന്ന നിലപാടിലാണ് A വിഭാഗം. ഒർക്കാടി ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം അർഷാദ് ഒർക്കാടി രാജിയിൽ ഉറച്ചുനിന്നാൽ ഒരു അംഗത്തിന്റെ മാത്രം ഭൂരിപക്ഷമുള്ള ജില്ലാ പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമാകും. മുസ്ലിം ലീഗിനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം. നേതൃത്വം തെറ്റിദ്ധരുത്തുന്നില്ലെങ്കിൽ രാജി പിൻവലിക്കില്ലെന്ന നിലപാടിലാണ് അർഷാദ് ഒർക്കാടി. ഭാവി തീരുമാനം ഇപ്പോൾ പാർട്ടിയിലേക്ക് DCCയിലേക്കും KPCCയിലേക്കും AICCയിലേക്കും ഇപ്പോൾ എൻ്റെ നിലപാട് ഞാൻ അറിയിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഒരാളെ തിരിച്ചെടുക്കുന്നതിന് ഒരു എതിർപ്പുമില്ല. പക്ഷേ എടുത്ത രീതി ശരിയല്ല. അദ്ദേഹത്തിന് അച്ചടക്ക നടപടിക്ക് വിധേയനായ അയാളെ പാർട്ടിക്ക് എടുക്കുന്നുള്ള ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അത് ശരി തന്നെ എടുക്കട്ടെ. പക്ഷേ എടുക്കുമ്പോൾ ഇദ്ദേഹം ഇപ്പോൾ അച്ചടക്ക നടപടി ശേഷം CPMന്റെ വേദിയിൽ പങ്കിട്ട ആളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ വേദിയിൽ പരസ്യമായി പ്രസംഗിക്കുകയും CPMന് വേണ്ടി പ്രവർത്തിക്കുകയും മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി PB അബ്ദുൾ റസാഖിനെ തോൽപ്പിക്കാൻ പരിശ്രമിച്ച ഒരാളെ പാർട്ടിക്ക് തിരിച്ചെടുക്കുമ്പോൾ മണ്ഡല കമ്മിറ്റിയോ ബ്ലോക്ക് കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ അറിയാതെയാണ് ഇപ്പോൾ തിരിച്ചെടുത്തത്. അപ്പോൾ ആ തിരിച്ചെടുത്ത രീതി ശരിയല്ല. അതിനെതിർത്താണ് ഞങ്ങൾ ഈ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ രാജിവെക്കുന്നത്. ഒരു കാരണവശാലും KPCCയോ DCCയോ ഇതിന് ഉചിതമായ നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ നാളെ തന്നെ KPCC ഞങ്ങളെ ഭാരവാഹികളുമായി നമ്മളെ പ്രവർത്തകരുമായി ചർച്ച ചെയ്യും. പ്രവർത്തകരുമായി ചർച്ച ചെയ്ത ശേഷം ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കണ്ടു രാജി അവിടെ നൽകുകയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറില്ല. പ്രശ്നപരിഹാരത്തിന് KPCC നേതൃത്വം ഉടൻ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് DCC നേതൃത്വം. A വിഭാഗത്തിലെ ഹക്കിം കുന്നിലാണ് DCC പ്രസിഡന്റ്. മുസ്ലിം ലീഗും പ്രശ്നത്തിൽ ഇടപെടാനുള്ള സാധ്യത ഏറെയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലയാളത്തിൽ IS വാട്സ്ആപ്പ് പ്രചരണം. അബു ഇസ അഡ്മിനായ അഫ്ഗാനിലെ ഫോൺ നമ്പറിൽ നിന്ന് മലയാളി യുവാക്കളെ ഉൾപ്പെടുത്തിയാണ് പ്രചാരണം. സന്ദേശം ലഭിച്ച കാസർഗോഡ് അണങ്കൂർ സ്വദേശിയുടെ പരാതിയിൽ NIA അന്വേഷണം ആരംഭിച്ചു. മലയാളികളായ 200-ലേറെ യുവാക്കളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്സിന്റെ പ്രചാരണത്തിലുള്ള ശ്രമം ആരംഭിച്ചതായി കണ്ടെത്തിയത്. കാസർഗോഡ് അണങ്കൂർ സ്വദേശി ഹാരിസിനെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയതായി അറിയിപ്പ് വ്യാഴാഴ്ചയാണ് ലഭിച്ചത്. ഗ്രൂപ്പിന്റെ ലക്ഷ്യമെന്താണെന്ന് ഹാരിസ് തിരികെ സന്ദേശം അയച്ചപ്പോൾ മറുപടി ശബ്ദ സന്ദേശമായിരുന്നു. കാസർഗോഡ് പടനയിൽ നിന്നും അഫ്ഗാനിലേക്ക് പോയ IS സംഘാംഗം അബ്ദുൾ റാഷിദിന്റെ പേരിലുള്ളതായിരുന്നു ശബ്ദ സന്ദേശം. നാട്ടിൽ നിന്ന് BC റഹ്മാൻ എന്ന് പറയുന്ന ആള് അഷ്റഫ് മജീദിന് കുറച്ച് ചോദ്യങ്ങൾ അയച്ചിട്ടുണ്ട്. ഈ ISൽ ചേർന്ന ഈ 21 മലയാളികൾ എന്താണ് അവിടുത്തെ അവസ്ഥ, അവരുടെ ഫാമിലി എങ്ങനെയാണ്? അപ്പോ ഇത് ഞാൻ നിങ്ങളടുത്ത് ചോദിക്കാൻ കഴിയുന്നു. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഹാൽ? ഇവിടെ അൽഹംദുലില്ലാ നല്ല വിശേഷമാണ്, നല്ല സുഖമാണ്. ഖിലാഫത്തിൽ അൽഹംദുലില്ലാ ഫുള്ളി ശരിയ കംപ്ലൈന്റ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. നാട്ടിലെ പോലെ ദാറുൽ കുഫാറിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ നമുക്കില്ല ഇവിടെ. ഉടൻ തന്നെ ഹാരിസ് കാസർഗോഡ് പോലീസിൽ പരാതി നൽകി. നോക്കുമ്പോൾ ഗ്രൂപ്പ് അഡ്മിൻ കാണുന്നത് ഒരു അഫ്ഗാനി നമ്പറാണ്. അഫ്ഗാനിസ്ഥാൻ 93 തുടങ്ങുന്ന ഒരു നമ്പറാണ്. അപ്പോൾ അതിൽ ഗ്രൂപ്പ് അഡ്മിനോട് ചോദിച്ചു എന്താണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് നോക്കുമ്പോൾ ഒരു വോയിസ് റെക്കോർഡർ വന്നു. ആ വോയിസ് റെക്കോർഡറിൽ വരുന്നത് ജിഹാദിനെ കുറിച്ചിട്ടാണ്. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയി 23 ആളെ കുറിച്ചിട്ടുള്ള ഒരാൾ അഭിമുഖം പോലെ അവരെന്നെ അഭിമുഖം നടത്തുന്നതാണ്. അതിൻ്റെ ഒരു വോയിസാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ജിഹാദ് ഗ്രൂപ്പാണ്, അങ്ങനത്തെ എന്തോ ഗ്രൂപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ ഉടനടി കാസർഗോഡ് CIക്ക് ഇതിന്റെ വിവരം അറിയിച്ചു. പരാതി NIക്ക് കൈമാറിയതിനെ തുടർന്ന് കൊച്ചി യൂണിറ്റിലെ DYSP കാസർഗോട്ടെത്തി തെളിവെടുപ്പ് നടത്തി. ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ അബു ഇസയാണ്. പാലക്കാട് നിന്ന് മതം മാറി ISൽ ചേർന്ന ഇസയാണ് അഡ്മിൻ എന്ന് കരുതുന്നു. ഇതുവരെ IS സന്ദേശങ്ങൾ ഇംഗ്ലീഷിലാണ് ലഭിച്ചിരുന്നത്. ISന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയ മലയാളി യുവാക്കളെല്ലാം ഗ്രൂപ്പിൽ നിന്നും പിന്മാറിയതായാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാൻഹോളിൽ അകപ്പെട്ടവരെ രക്ഷിക്കുന്നതിനിടെ മരണപ്പെട്ട നൌഷാദിന്റെ ഭാര്യ സഫ്രീന സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു. ജീവിതം നൽകിയ വേദനകൾ മറക്കാൻ പുതിയ ഉത്തരവാദിത്വം തന്നെ സഹായിക്കുമെന്ന ആശ്വാസമാണ് ഇവർക്കിപ്പോൾ. റവന്യൂ വകുപ്പിൽ ക്ലർക്ക് തസ്തികയിലാണ് നിയമനം.
പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ് സഫ്രീനയ്ക്ക് ഇത്. ഇരുട്ടു നിറഞ്ഞ മുറിയിൽ നിന്ന് വെളിച്ചത്തിന്റെ ലോകത്തേക്ക്. മറക്കാൻ കഴിയാത്ത കഴിഞ്ഞ കാലത്തിന്റെ വിങ്ങൽ ഇപ്പോഴും കൂടെയുണ്ട്. പക്ഷേ ചെയ്തു തീർക്കാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. നൌഷാദിന്റെ ഉമ്മ, സ്വന്തം ഉമ്മയും ഉപ്പയും, 2 കുഞ്ഞനുജന്മാർ. വാക്കുകൾ കോർത്തെടുക്കാൻ പ്രയാസപ്പെടുന്ന വേദനയിലും സഫ്രീന പറയുന്നു. ജോലി കിട്ടിയാൽ കുറേ ആശ്വാസമുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ പോയിരിക്കുമ്പോൾ പിന്നെ കുറേ ടെൻഷൻസൊക്കെ ഒഴിവാവും. പിന്നെ ആരെ ആശ്രയിക്കാതൊക്കെ ജീവിക്കാന്നുള്ളൊരു ഇതുണ്ട്. കലക്ട്രേറ്റിലാണ് ജോലി. റവന്യൂ വകുപ്പിൽ ക്ലർക്കായി. ആദ്യ ദിവസം ജോലിക്കെത്തിയപ്പോൾ മനസ്സിൽ ഭയം മാത്രം. പിന്നെ സഹായിക്കാനായി നിരവധി പേർ. വീട്ടിലെ കഷ്ടപ്പാടുകൾക്കിടയിൽ ലഭിച്ച ജോലിയുടെ ആശ്വാസവും സഫ്രീനയുടെ ഉപ്പ മറച്ചുവെക്കുന്നില്ല. ഒപ്പം ജോലി നൽകിയ LDO സർക്കാരിനോടുള്ള നന്ദിയും. സർക്കാർ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ മകളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ആശ്വാസമാണ്. പുറത്തിറങ്ങി എല്ലാവരും കണ്ട് മാനസികമായിട്ടൊരു മാറ്റം തന്നെയാണ്. അതിന് എനിക്ക് പിണറായി സർക്കാരിനോട് വളരെ നന്ദി രേഖപ്പെടുത്താനുണ്ട്. നവംബർ 16-നായിരുന്നു സഫ്രീനയ്ക്ക് ജോലി നൽകാൻ LDO സർക്കാർ ഉത്തരവിറക്കിയത്. നൌഷാദിനൊപ്പം ജീവിക്കുന്ന കാലത്ത് ജോലി എന്നത് ഒരു സ്വപ്നമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു ജോലി വേണം. ഉറച്ച ശബ്ദത്തോടെ സഫ്രീന പറയുന്നു. പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമാണ് സഫ്രീനയ്ക്ക് ഇത്. ചെയ്തു തീർക്കാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. ഇനി എവിടെയും പതറില്ല എന്ന ആത്മവിശ്വാസവും മനസ്സിലുണ്ട്. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. MBBS BDS പ്രവേശനത്തിന് രാജ്യവ്യാപകമായി നടത്തുന്ന നീറ്റ് പരീക്ഷ പൂർത്തിയായി. 52,305 MBBS BDS സീറ്റിലേക്കാണ് പ്രവേശന പരീക്ഷ നടന്നത്. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലായിരുന്നു പരീക്ഷാ കേന്ദ്രങ്ങൾ. കർശന സുരക്ഷാ മാനദണ്ഡങ്ങളോടെയാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്ത് മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് നിർബന്ധമാക്കിയ ശേഷം നടക്കുന്ന ആദ്യ പ്രവേശന പരീക്ഷയാണിത്. ഫിഫ അണ്ടർ-17 ലോകകപ്പിന് മുന്നോടിയായി കൊച്ചിയിലെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം 15-നകം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി AC മൊയ്തീൻ. ഫിഫ നിർദ്ദേശിക്കുന്ന രീതിയിൽ കേരളീയ കായിക സംസ്കാരത്തിന്റെ അന്തസ്സ് ഉയർത്തുന്ന തരത്തിൽ മത്സരങ്ങൾ നടത്താൻ കഴിയുമെന്നും മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. കൊച്ചിയിലെ പ്രധാന സ്റ്റേഡിയവും പരിശീലന മൈതാനങ്ങളും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന മത്സരവേദിയായ കലൂർ സ്റ്റേഡിയം, പരിശീലന മൈതാനങ്ങളായ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട്, പനമ്പള്ളി നഗർ സ്കൂൾ ഗ്രൗണ്ട്, ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ട്, പരേഡ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് മന്ത്രി AC മൊയ്തീൻ സന്ദർശനം നടത്തിയത്. കലൂർ സ്റ്റേഡിയത്തിലെ ഒരുക്കങ്ങളും മന്ത്രി വിലയിരുത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നറിയിച്ച മന്ത്രി പ്രധാന ജോലികൾ ഈ മാസം 15-നകം പൂർത്തീകരിക്കുമെന്നും പറഞ്ഞു. പഴയ ആശങ്കകൾ ഒഴിഞ്ഞ് നമുക്ക് ഈ മത്സരം വളരെ കൃത്യമായി ഫിഫ നിർദ്ദേശിച്ച എല്ലാ തയ്യാറെടുപ്പിലൂടെ കേരളത്തിന്റെ ഒരു കായിക സംസ്കാരത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ തന്നെ കഴിയുന്ന എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഫിഫ നിർദ്ദേശിച്ച അധിക ജോലികളും ഉടൻ പൂർത്തിയാക്കും. സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങൾ കൊച്ചിയിൽ നടത്തുന്നതിനുള്ള അനുമതിക്ക് വേണ്ടി സർക്കാർ പരിശ്രമിക്കും. സംഘാടക സമിതി യോഗം ഉടൻ വിളിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വരൾച്ചാ കെടുതികളിൽ വലയുന്ന പാലക്കാട്ടെ നെൽകർഷകർ ഒന്നാം വിളയിറക്കാനാകാതെ പ്രതിസന്ധിയിൽ. കേന്ദ്രത്തിന്റെ വരൾച്ചാ നഷ്ടപരിഹാരം ലഭിക്കാത്തതും ആവശ്യത്തിന് വേനൽ മഴ കിട്ടാത്തതും കർഷകർക്ക് തിരിച്ചടിയായി. എന്നാൽ സംസ്ഥാന സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് വിത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. വിഷു കഴിഞ്ഞ് വേനൽ മഴയെത്തുന്നതോടെ വിത്തിറക്കണമെന്നാണ് വിശ്വാസമെങ്കിലും ഇക്കുറി നെല്ലറിയിലെ കർഷകർ മടിച്ചു നിൽക്കുകയാണ്. വേണ്ടത്ര മഴ ലഭിക്കാത്തതും കേന്ദ്രത്തിന്റെ വരൾച്ചാ നഷ്ടപരിഹാരം വൈകുന്നതുമാണ് കൃഷിയിറക്കുന്നതിൽ നിന്ന് കർഷകരെ പിന്തിരിപ്പിക്കുന്നത്. വിള നശിച്ചതിന്റെ പട്ടികയും നഷ്ടത്തിന്റെ കണക്കുമെല്ലാം കേന്ദ്ര സംഘത്തിന് കൈമാറിയെങ്കിലും തീരുമാനമൊന്നും ആയിട്ടില്ല. നെൽകർഷകരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാരിനൊപ്പം കേന്ദ്ര സർക്കാർ കൂടി തയ്യാറാകണമെന്ന് കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി KV രാമകൃഷ്ണൻ പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ തന്നെ 305 കോടി രൂപയിൽ പരം വരുന്ന നഷ്ടമാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. സംസ്ഥാന അടിസ്ഥാനത്തിൽ നൽകിയ നിവേദനത്തിൽ 717 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ലഭ്യമാക്കത്തക്ക രൂപത്തിൽ സമീപനം എടുക്കണം. കൃഷിക്കാർക്ക് വിത്തും വളവും സൗജന്യമായി നൽകാനുള്ള സംവിധാനം ഉണ്ടാകണം. കൃഷിക്കാരെ കടങ്ങൾ എഴുതിത്തള്ള സംവിധാനം ഉണ്ടാകണം. രണ്ടാം വിളക്ക് ആവശ്യമായ വെള്ളമുണ്ടാകില്ലെന്ന മുന്നറിയിപ്പ് കണക്കിലെടുത്ത് 13,000 ഹെക്ടർ തരിച്ചിടുന്ന അവസ്ഥ ഇത്തവണ പാലക്കാടുണ്ടായി. എന്നാൽ കൃഷിയിറക്കാത്തവർക്ക് നഷ്ടപരിഹാരം നൽകാനാവില്ലെന്ന കേന്ദ്ര സംഘത്തിന്റെ തീരുമാനം കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. എങ്കിലും നഷ്ടപരിഹാരം നൽകുന്നത് പരിഗണിക്കാമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പിന്മേൽ ഒന്നാം വിള ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. ഇൻഷുറൻസ് തുക, ഉഴവുകൂലി, സബ്സിഡി എന്നിവ സംയോജിപ്പിച്ച്
ഹെക്ടറിന് 46,000 രൂപ ലഭ്യമാക്കാനുള്ള ആശ്വാസ പദ്ധതിയാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രമുഖ ഡോർ നിർമ്മാതാക്കളായ കിറാസിന്റെ GI നിർമ്മിതമായ G സീരീസ് ഡോറുകൾ വിപണിയിലെത്തി. അൾട്രാവയലറ്റ് സുരക്ഷയുള്ളതിനാൽ ദീർഘകാലം നിറം മങ്ങാതെ നിൽക്കുമെന്നതാണ് G സീരീസ് ഡോറുകളുടെ പ്രത്യേകത. സ്പെഷ്യൽ ഫ്രെയിം വിഡ്ത്തിലും പ്രത്യേക ഹൈറ്റിലും വിവിധ ഡിസൈനുകളിലും വിവിധ നിറങ്ങളിലും G സീരീസ് ഡോറുകൾ ലഭ്യമാകും. ലോക്കിംഗ് സിസ്റ്റത്തിന് 10 വർഷം വാറണ്ടിയും ഉറപ്പു നൽകുന്നുണ്ട്. G സീരീസ് ഡോറുകൾ കിറാസ് ചെയർമാൻ അസീസ് ഉപഭോക്താക്കൾക്കായി വിപണിയിൽ അവതരിപ്പിച്ചു. മാനേജിംഗ് ഡയറക്ടർ സലീം പുതിയ ഡോർ പരിചയപ്പെടുത്തി. മലബാർ ഗ്രൂപ്പിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹൌസിംഗ് ചാരിറ്റിയിലൂടെ ഭവന ധനസഹായത്തിന് അർഹരായവർക്കുള്ള ചെക്കുകളുടെ വിതരണം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട്ടെ ഷോറൂമിൽ നടന്നു. മന്ത്രി KT ജലീലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് സ്വാഗതം പറഞ്ഞു.